Hi all, welcome to the second video of module 5 which basically deals with your subject Constitution of India. So this module 5 in the second and last video ആണ് ഇതിൽ നമ്മൾ അടുത്ത module 5 ന്റെ ബാക്കിയുള്ള ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. Okay, so first we are going to deal with the emergency provisions. അതായത് Constitution of India emergency provisions കൊടുക്കുന്നുണ്ട്. അത് എന്തെല്ലാമാണ് ഏതെല്ലാം ആർട്ടിക്കിൾസ് ആണ് അത് ഡീൽ ചെയ്യണേ എന്നുള്ളത് നോക്കുന്നത്. So emergency provisions are contained in Article 352 to Article 360. 352 തുടങ്ങി 360 വരെയുള്ള ആർട്ടിക്കിളിലാണ് നമ്മൾ ഈ പറയുന്ന emergency provisions നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. These provisions enable the central government to meet any abnormal situations effectively and to safeguard the sovereignty, unity, integrity and security of our country. അതായത് കൃത്യമായിട്ട് യൂണിയൻ ഗവൺമെന്റിന് നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു ഇന്റഗ്രിറ്റിയും സെക്യൂരിറ്റിയും അതുപോലെ തന്നെ ആ ഒരു ഇഫക്റ്റീവായിട്ട് യൂണിറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന എമർജൻസി പ്രൊവിഷൻസ് കൊടുത്തിരിക്കുന്നത്. ഡ്യൂറിങ് എമർജൻസി ദ സെൻട്രൽ ഗവൺമെന്റ് ബിക്കംസ് ദ ഓൾ പവർഫുൾ ആൻഡ് ദ സ്റ്റേറ്റ് ഗോ ഇൻ ടു ദ ആൻഡ് ഓൺ ദി സ്റ്റേറ്റ്സ് ആൻഡ് ദ ഫുൾ കൺട്രോൾ ഇസ് അണ്ടർ ദ ഗവൺമെന്റ്, ദാറ്റ് മീൻസ് യൂണിയൻ ഗവൺമെന്റ്. അതായത് എമർജൻസി വൺസ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ദ കംപ്ലീറ്റ് കൺട്രോൾ ഇസ് അണ്ടർ ദ യൂണിയൻ ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റുകളെ നമ്മൾ സസ്പെൻഡ് ചെയ്യും, ഓട്ടോമാറ്റിക്കലി കൺട്രോൾ മുഴുവൻ യൂണിയൻ ഗവൺമെന്റിലേക്കാണ് നമ്മൾ എമർജൻസി പ്രൊവിഷൻസിൽ നമ്മൾ കൊടുക്കുന്നത്. നൗ ഏതെല്ലാമാണ് എമർജൻസി പ്രൊവിഷൻസ്? ആർട്ടിക്കിൾ 352, ആർട്ടിക്കിൾ 356 ആൻഡ് ആർട്ടിക്കിൾ 360. 3 എമർജൻസി പ്രൊവിഷൻസ് ആണ് നമുക്ക് മേജർ ആയിട്ടുള്ളത്. ദാറ്റ് ഇസ് നാഷണൽ എമർജൻസി ആർട്ടിക്കിൾ 352, ദെൻ സ്റ്റേറ്റ് എമർജൻസി ആർട്ടിക്കിൾ 356 ആൻഡ് ഫൈനാൻഷ്യൽ എമർജൻസി ആർട്ടിക്കിൾ 360. So what is 352? 352 means any emergency due to war, extra aggression or armed rebellion. അതായത് നമുക്കിപ്പോൾ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു രീതിയിലുള്ളൊരു ത്രെറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക സംഘങ്ങൾ നമ്മുടെ ആ ഒരു പബ്ലിക് ഓർഡറിനെയോ അല്ലെങ്കിൽ ആ ഒരു കൃത്യമായിട്ടുള്ള നമ്മുടെ ആ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അതിനൊക്കെ എതിരെ നമുക്കൊരു ത്രെറ്റ് വരാണ്, ഒരു നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കേണ്ട ഒരു സമയം വരാണെങ്കിൽ ആർട്ടിക്കിൾ 352 ആണ് യൂസ് ചെയ്യുന്നത് നാഷണൽ എമർജൻസി പ്രൊക്ലൈം ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ 356 ഏതെങ്കിലും സംസ്ഥാന തലത്തിൽ ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്യേണ്ടി വന്നാൽ, ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നമുക്ക് ഒരു പ്രത്യേക സാഹചര്യങ്ങൾ മീറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ പ്രസിഡന്റ് റൂൾ കൊണ്ടുവരും, രാഷ്ട്രപതി ഭരണം കൊണ്ടുവരും. ആ രാഷ്ട്രപതി ഭരണത്തോടുകൂടി അവിടെ സ്റ്റേറ്റ് എമർജൻസി നമ്മൾ പ്രഖ്യാപിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് യുവർ കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി. ദ ലാസ്റ്റ് വൺ ഈസ് യുവർ ഫൈനാൻഷ്യൽ എമർജൻസി, and that is due to the threat of financial stability or the credit. അതായത് നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു എമർജൻസി അല്ലെങ്കിൽ ഒരു നമുക്ക് അങ്ങനെ ത്രെറ്റ് വരാണെങ്കിൽ ആർട്ടിക്കിൾ 360 ആണ് നമ്മൾ യൂസ് ചെയ്യുക, വിച്ച് ഡീൽസ് വിത്ത് യുവർ ഫൈനാൻഷ്യൽ എമർജൻസി. അപ്പോൾ 3 എമർജൻസി പ്രൊവിഷൻസ് ആണുള്ളത്, ആർട്ടിക്കിൾ 352, 356, 360 റെസ്പെക്റ്റീവ്ലി. നൗ വാട്ട് യു മീൻ ബൈ ഫ്രീഡം ഓഫ് ട്രേഡ്, കോമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ്? എന്താണ് ഫ്രീഡം ഓഫ് ട്രേഡ്, കോമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ് എന്ന് പറയുമ്പോൾ? അതായത് നമുക്ക് കൃത്യമായിട്ട് ട്രേഡും കോമേഴ്സും ചെയ്യാനുള്ള എങ്ങനെയുള്ള അധികാരങ്ങളാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യ ഹാസ് ബോറോഡ് ദിസ് പ്രൊവിഷൻ ഫ്രം ദ സെക്ഷൻ 92 ഓഫ് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് ഓൾസോ made sure to include the provision that which ensures the free flow of goods and services not only between the different state but also within the state as well. So ഇവിടെ ഫ്രീ ട്രേഡ് നമ്മളെ പേര് നിർദ്ദേശിക്കുന്നത് പോലെ തന്നെ ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മളത് കടം വാങ്ങിയിട്ടുള്ളത്. ഇതിൽ ഒരു കാര്യമാണ് ഇതിൽ പറയുന്നത്, അതായത് സംസ്ഥാനങ്ങൾ തമ്മിലും ഒരു സംസ്ഥാനത്തിനകത്ത് തന്നെ ഗുഡ്സിന് വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാവുന്ന, അതായത് വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാവുന്ന ഒരു പ്രൊവിഷനാണ് ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് കോമേഴ്സ് എന്ന് പറയുന്നത്. നൗ ആർട്ടിക്കിൾ 301 of Indian Constitution provides that trade, commerce and intercourse in the country should be free throughout the economy. നമ്മുടെ രാജ്യത്തിനകത്ത് നമ്മുടെ സംസ്ഥാനങ്ങളായിക്കോട്ടെ കേന്ദ്രഭരണ പ്രദേശങ്ങളായിക്കോട്ടെ ഏതൊരു ആളുകൾക്ക് അല്ലെങ്കിൽ ഏതൊരു പ്രദേശത്തിനും ഇടയിലാണെങ്കിലും നമ്മളത് ഫ്രീ ആയിട്ടൊരു മൂവ്മെൻറ്റ് നമുക്ക് അവിടെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഈ ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദ്ദേശം എന്നുള്ളത് ടു എൻഷുവർ റിമൂവിങ് ദ ഇമ്പോസിഷൻ ഓഫ് എനി സോർട്ട് ഓഫ് റെസ്ട്രിക്ഷൻസ്. അതായത് കൃത്യമായിട്ട് ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് സംസ്ഥാനങ്ങളുടെ ഇടയിലും സംസ്ഥാനത്തിനകത്ത് തന്നെ ഫ്രീ ആയിട്ടൊരു ഫ്ലോ കൊണ്ടുവരുന്നതിന് വേണ്ടിയും അതിന്മേലെയുള്ള എല്ലാ റെസ്ട്രിക്ഷൻസും റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ്
ഈ പറയുന്ന ആർട്ടിക്കിൾ 301 അനുസരിച്ച് ഫ്രീഡം ഓഫ് ട്രേഡ്, കോമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നൗ അടുത്തൊരു ടോപ്പിക് നമ്മൾ മോഡൽ 5-ലുള്ളതാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, CAG എന്ന് പറയുന്നത്. എന്താണ് CAG? CAGയുടെ ഓഫീസിന്റെ ഡ്യൂട്ടീസ് എന്തെല്ലാം എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The Constitution of India, according to Article 148, provides an independent office for CAG. Okay, Article 148 ആണ്, and he is considered to be the head of Indian Audit and Account Department. Okay, and what is his duty? His duty is to uphold the Constitution of India and the law of Parliament in the field of financial administration. So, when it comes to financial administration, Indian government-കളുടെ ഫൈനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് വരുമ്പോൾ അവിടെ പറയുന്ന ലാസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് CAG. ഓക്കെ, നൗ എങ്ങനെയാണ് CAG നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്? CAG അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണ്, ആൻഡ് ഹി ഹോൾഡ്സ് ദ ഓഫീസ് ഫോർ എ പീരീഡ് ഓഫ് 6 years ഓർ അപ് ടു ദ ഏജ് ഓഫ് 65 years. ഒന്നില്ലെങ്കിൽ 65 വയസ്സ് വരെ, അല്ലെങ്കിൽ 6 വർഷത്തേക്കാണ് അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ കാലാവധി. നൗ വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് CAG? CAG എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്താണ്? ഞാൻ പറഞ്ഞു ഫൈനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ഫൈനൽ വേർഡ് ആണ്. ആൻഡ് അഡീഷൻ ടു ദാറ്റ് ഹി ഓഡിറ്റ്സ് ദ അക്കൗണ്ട്സ് റിലേറ്റഡ് ടു ഓൾ എക്സ്പെൻഡിച്ചർ ഫ്രം ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന എല്ലാ ഫൈനാൻഷ്യൽ എക്സ്പെൻഡിച്ചറുകളും കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരം CAGക്കാണുള്ളത്. ഹി ഓഡിറ്റ്സ് ദ ട്രേഡിംഗ്, മാനുഫാക്ചറിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ്, ബാലൻസ് ഷീറ്റ് and other subsidiary accounts kept by any department of this government. ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റിന് കീഴെ വരുന്ന എല്ലാ രീതിയിലുള്ള ഫയലുകൾ, ഓക്കെ, എല്ലാ രീതിയിലുള്ള ഫൈനാൻഷ്യൽ ഫയലുകൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള, അത് ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരവും CAGക്കാണ്. And now when it comes to CAG, it also, that particular office also exhibits certain more functions and more powers too. So he audits the receipts and expenditure of the center and each state. സംസ്ഥാനങ്ങളുടെയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെയും കൃത്യമായിട്ട് റെസിപ്റ്റ്സും റവന്യൂ എക്സ്പെൻഡിച്ചർ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുന്നു. He audits the receipts and expenditure of all bodies and authorities substantially financed from the central or state revenues. സംസ്ഥാന റവന്യൂവിൽ നിന്നും കേന്ദ്ര റവന്യൂവിൽ നിന്നും കൃത്യമായിട്ട് ഫണ്ട് എടുത്ത് ഉപയോഗിക്കുന്ന എല്ലാ രീതിയിലുള്ള കൃത്യമായിട്ടുള്ള പ്രൊജക്റ്റുകളുടെ ആയിക്കോട്ടെ, ഏത് ബോഡീസിൻ്റെ ആണെങ്കിലും അതോറിറ്റീസിൻ്റെയും റവന്യൂ എക്സ്പെൻഡിച്ചർ, ഓക്കെ, അത് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുന്നതും CAG ആണ്. ആൻഡ് ഓൾസോ ഹി ഓഡിറ്റ്സ് ദ അക്കൗണ്ട്സ് ഓഫ് എനി അതർ അതോറിറ്റി വെൻ റിക്വസ്റ്റഡ് ബൈ ദ പ്രസിഡന്റ് ഓർ ഗവർണർ. ഗവർണറോ പ്രസിഡന്റിൻ്റെയോ റിക്വസ്റ്റ് അനുസരിച്ച് ഏതൊരു അതോറിറ്റിയുടെയും അല്ലെങ്കിൽ ഏതൊരു ഗവേണിംഗ് ബോഡിയുടെയും കൃത്യമായിട്ടുള്ള റവന്യൂ എക്സ്പെൻഡിച്ചർ, ഓക്കെ, കൃത്യമായിട്ട് ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരവും CAGക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ ഹി ബേസിക്കലി ആക്ട്സ് ആസ് എ ഗൈഡ്, എ ഫ്രണ്ട് ആൻഡ് എ ഫിലോസഫർ ടു ദ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഓഫ് ദി പാർലമെന്റ്. സോ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ഒരു ഗൈഡ് അല്ലെങ്കിൽ ഒരു ഫിലോസഫർ കൂടിയാണ് നമ്മുടെ CAG എന്ന് പറയുന്നത്. സോ CAGയുടെ ഓഫീസ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ് ആണ് നമ്മൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത്. നൗ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് വാട്ട് ആർ ദ പബ്ലിക് സർവീസസ്. ഇന്ത്യയിൽ നമ്മൾ പബ്ലിക് സർവീസ് എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? The public services, or we call it as civil services or the government services in India, has been classified into 3 broad categories. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള സർവീസ് ആണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത്. പക്ഷേ സിവിൽ സർവീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് സർവീസ് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ 3 ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്. വി ഹാവ് ഓൾ ഇന്ത്യ സർവീസസ്, യു ഹാവ് സെക്കൻഡ് വൺ, യു ഹാവ് ദ സെൻട്രൽ സർവീസസ്, ദ തേർഡ് വൺ is your state services. Now let's discuss what you mean by all India services. Your all India services are those services which are common to both central and state government. All India serviceന്റെ പ്രത്യേകത അത് കേന്ദ്ര പ്രദേശങ്ങളിലും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴും ഒരുപോലെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്കോപ്പുള്ള ഒരു സർവീസാണ് ഓൾ ഇന്ത്യ സർവീസസ്. The members of these services occupy the top positions under both the state and the center services. സെന്ററിന്റെയും സ്റ്റേറ്റ് സർവീസുകളുടെയും ടോപ്പ് പൊസിഷൻസിലായിരിക്കും ഈ പറയുന്ന വ്യക്തികൾ നമുക്ക് വർക്ക് ചെയ്യുന്നത്. At present there are 3 all India services. All India services മേജർ ആയിട്ട് 3 സർവീസുകളാണ്. You have your Indian Administrative Service, your IAS, your Indian Police Service, that is IPS, and Indian Forest Service, that is IFS. അപ്പോൾ ഈ 3 സർവീസുകളാണ് നമ്മൾ ഓൾ ഇന്ത്യ സർവീസിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. They can work either state government as well as with their union government as such. Now, what are central services? Central services എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ജൂറിസ്ഡിക്ഷനിൽ വരുന്ന
ഒരു അല്ലെങ്കിൽ ജുറിസ്ഡിക്ഷനിൽ വരുന്ന ബോഡീസിൽ മാത്രം വർക്ക് ചെയ്യാനുള്ള അധികാരമുള്ള സർവീസുകളാണ് നമ്മൾ സെൻട്രൽ സർവീസുകൾ എന്ന് പറയുന്നത്. So the personnel of central services work under the exclusive jurisdiction of central government. They hold specialized positions in various departments of central government. Central government in the various departments ആയിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. ആൻഡ് അതിലെ സർവീസുകൾ നമ്മൾ 4 ആക്കി തിരിക്കും. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി ആൻഡ് ഗ്രൂപ്പ് ഡി. ഫൈനലി യു ഹാവ് യുവർ സ്റ്റേറ്റ് സർവീസസ്. സ്റ്റേറ്റ് സർവീസ് എന്ന് പറയുമ്പോൾ ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന കാൻഡിഡേറ്റ്സ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സർവീസിലായിരിക്കും വരുന്നത്. ഓക്കെ, അത് ജനറൽ ആയിട്ടും ഫങ്ഷണൽ ആൻഡ് ടെക്നിക്കൽ ആയിട്ടും നമ്മളതിനെ തിരിച്ചിട്ടുണ്ട്. സോ സ്റ്റേറ്റ് സർവീസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ദീസ് പേഴ്സണൽസ്, ഐ മീൻ ദീസ് കാൻഡിഡേറ്റ്സ് വിൽ ബി, ഇത് കൃത്യമായിട്ട് എക്സാംസ് ക്ലിയർ ചെയ്ത് മുന്നോട്ട് വരുന്ന കാൻഡിഡേറ്റ്സ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അടിയിലായിരിക്കും അല്ലെങ്കിൽ കൺട്രോളായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ 3 ടൈപ്പിലാണ് നമ്മൾ പറഞ്ഞത്: ഓൾ ഇന്ത്യ സർവീസസ്, സെൻട്രൽ സർവീസസ് ആൻഡ് യു ഹാവ് യുവർ സ്റ്റേറ്റ് സർവീസസ്. നൗ നെക്സ്റ്റ് ടോപ്പിക് ഇസ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, UPSC. So what do you mean by UPSC and what are its powers? എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് അവർ ചെയ്യുന്നത്? The Union Public Service Commission is a central recruiting agency of India. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ റിക്രൂട്ടിംഗ് ഏജൻസിനെയാണ് നമ്മൾ UPSC എന്ന് പറയുന്നത്. സ്റ്റേറ്റുകളിലേക്ക് വരുമ്പോൾ അത് നമ്മൾ PSC ആയിട്ട് മാറും, പബ്ലിക് സർവീസ് കമ്മീഷൻ. കേരളത്തിൻ്റെ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് KPSC, ദാറ്റ് ഇസ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. Article 315 to 323 of Indian Constitution elaborates the provisions of composition, appointment and removal of members along with the independent powers and functions of UPSC. The UPSC consists of a chairman and other members appointed by the president. President ആണ് ചെയർമാനും മറ്റുള്ള മെമ്പേഴ്സിനെ നമ്മൾ UPSCയിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നത്. The chairman and the members of this commission holds the office for a term of 6 years or until they reach the age of 65 years. അപ്പോൾ 6 വർഷത്തേക്കാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്. അതിനു മുമ്പ് അവർ 65 വയസ്സാകുകയാണെങ്കിൽ ഏതാണോ ആദ്യം വരുന്നത് ആ ഒരു സമയം വരെ അവർക്ക് ഓഫീസിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. Now what are the functions of UPSC? UPSCയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? It conducts examination for the appointment of all India services, central services and public services of the centrally administrated territories. അതായത് ഈ പറയുന്ന കേന്ദ്ര സർവീസിലേക്കും ഓൾ ഇന്ത്യ സർവീസിലേക്കും പബ്ലിക് സർവീസിലേക്കും ആളുകളെ റിക്രൂട്ട് ചെയ്യുക, അതിനുള്ള എക്സാംസ് നടത്തുക. ഇറ്റ് സെർവ്സ് all or any needs of state on the request of the state governor and with the approval of the president. പ്രസിഡന്റിന്റെ അപ്രൂവലോടുകൂടി സ്റ്റേറ്റ് ഗവർണേഴ്സ്, അതായത് സംസ്ഥാന ഗവർണർമാർ പറയുന്ന ആവശ്യങ്ങൾ, ഏതെങ്കിലും രീതിയിലുള്ള സർവീസുകൾക്കോ അല്ലെങ്കിൽ കാര്യങ്ങൾക്കോ ആവശ്യങ്ങളുണ്ടെങ്കിൽ പ്രസിഡന്റിന്റെ അനുവാദത്തോടു കൂടി ഗവർണേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു. ആൻഡ് എനി മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ദ മെത്തേഡ്സ് റിക്രൂട്ട്മെന്റ് ടു സിവിൽ സർവീസ്, സിവിൽ സർവീസുമായി ബന്ധപ്പെടുന്ന അതിൻ്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ്, അതിൻ്റെ എല്ലാ രീതിയിലുള്ള മെത്തേഡ്സും കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? UPSC ആണ്. ആൻഡ് ഫൈനലി എനി അതർ മാറ്റേഴ്സ് റിലേറ്റഡ് ടു ദ പേഴ്സണൽ മാനേജ്മെന്റ്, കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും കേന്ദ്രപ്രദേശങ്ങളിലും അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ താഴെ വർക്ക് ചെയ്യുന്ന എല്ലാ രീതിയിലുള്ള സ്റ്റാഫുകളുടെ എല്ലാ കൺട്രോളും UPSCയുടെ കീഴിലായിരിക്കും വരുന്നത്. Now, the next topic is administrative tribunals. So what do you mean by administrative tribunals? Article 323A empowers the Parliament to provide the establishment of administrative tribunals for the adjudication of disputes relating to the recruitment and the conditions of services of persons appointed to public service of the center, state, local bodies, public corporation or any other public authorities. So administrative tribunals എന്ന് പറയുന്നത് കേന്ദ്ര സർവീസിലാണെങ്കിലും സ്റ്റേറ്റ് സർവീസുകളാണെങ്കിലും അഥവാ ലോക്കൽ ബോഡീസ്, നമുക്ക് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്തുകൾ, ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന വ്യക്തികൾ, ഓക്കെ, അവരുടെ അപ്പോയിൻമെൻറ്റ്, അവരുടെ വർക്ക് കൾച്ചർ അല്ലെങ്കിൽ അവരുടെ സർവീസ്, അതുമായിട്ട് ബന്ധപ്പെടുന്ന ഏതൊരു ഡിസ്പ്യൂട്ടിനും കൃത്യമായിട്ടുള്ളൊരു ഫൈനൽ സൊല്യൂഷനും അതിനുള്ള അഡ്വൈസും കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. The 1985 Act authorizes the central government to establish one central administrative tribunal and the state administrative tribunal. അപ്പോൾ 1985 ആക്ട് പ്രകാരമാണ് സെൻട്രലിൽ നമുക്കൊരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉണ്ടാവും, അതിന് കീഴെ സ്റ്റേറ്റുകളിലും നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ഉണ്ടാകും കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. Now, what is this Central Administrative Tribunal, CAT? The Central Administrative Tribunal, which was set up in 1985,
with the principal bench at Delhi and additional benches in different states. ഡൽഹിയിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, അതിന് താഴെ സ്റ്റേറ്റുകളിലും നമുക്ക് സ്റ്റേറ്റ് വൈസ് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ഉണ്ടാവും. ആൻഡ് അറ്റ് പ്രസൻറ്റ് it has 17 regular benches and 15 of which operates at the principal seats of high courts and the remaining 2 at Jaipur and Lucknow. അതിൻ്റെ സ്ട്രക്ചറാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര റെഗുലർ ബെഞ്ചസ് ഉണ്ട്, അതിന് കീഴെ 15 മറ്റുള്ള പ്രിൻസിപ്പൽ സീറ്റ്സ് ഉണ്ട്. അതിൽ രണ്ടെണ്ണം അതിൽ ഒരെണ്ണം ജയ്പൂരും ഒരെണ്ണം ലക്നൌവിലാണ്. ആൻഡ് ഇറ്റ് ഈസ് എ മൾട്ടി മെമ്പർ ബോഡി കൺസിസ്റ്റിംഗ് ഓഫ് എ ചെയർമാൻ ആൻഡ് അതർ മെമ്പേഴ്സ്. അപ്പോൾ ഇതിൽ ഒരു ചെയർമാനും അതിന് കീഴെ മെമ്പേഴ്സുമായിട്ടായിരിക്കും ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് നമ്മൾ മുന്നോട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത്. ആൻഡ് യുവർ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ basically exercises the original jurisdiction in relation with the recruitment of all India services or all service matters of public servants. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്ര സർവീസിലുള്ള ആളുകളുടെ റിക്രൂട്ട്മെൻറ്റ്, അതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സും അതിൻ്റെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സോ അതിൻ്റെ ഡയറക്ഷൻസോ ആയിരിക്കും നമ്മൾ CAT നമ്മൾ ബേസിക്കലി ഡീൽ ചെയ്യുന്നത്. നൗ സംസ്ഥാന തലങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് CATക്ക് പകരം നമുക്കുള്ളതാണ് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ്. സോ ദ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ പവേഴ്സാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ദ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് ഓഫ് 1985 ട്രൈബ്യൂണൽ ആക്ട് അനുസരിച്ച് സ്റ്റേറ്റ് തലങ്ങളിലും കേന്ദ്രത്തിൽ ഒരെണ്ണം ഉണ്ടാവും, അതിന് കീഴിൽ സ്റ്റേറ്റ് തലങ്ങളിൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് അവരുടെ ഫംഗ്ഷൻ? It exercises the original jurisdiction in relation to the recruitment and all service matters of state government employees. അതായത് സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാരുടെ റിക്രൂട്ട്മെൻറ്റ്, അവരുടെ സർവീസുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളായിരിക്കും സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് നോക്കുന്നത്. And now the chairman and the members of SATs are appointed by the president after the consultation with the governor. ഗവർണറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം പ്രസിഡന്റ് ആണ് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ചെയർമാനും അതിൻ്റെ മെമ്പേഴ്സിനും അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതും കൂടി ഓർമ്മ വയ്ക്കുക. ആൻഡ് നൗ ദർ ഇസ് എ പ്രൊവിഷൻ ഫോർ സെറ്റിംഗ് അപ്പ് ഓഫ് എ ജോയിൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഫോർ 2 or more states. ഒരു സംസ്ഥാനത്തിന് മാത്രമാകണമെന്നില്ല, 2 or 3 സംസ്ഥാനങ്ങൾക്ക് ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു ജോയിൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സെറ്റ് ചെയ്യാനുള്ള അധികാരവും നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നുണ്ട്. ആൻഡ് ഫൈനലി വാട്ട് ഈസ് ഒഫീഷ്യൽ ലാംഗ്വേജ്? എന്താണ് ഒഫീഷ്യൽ ലാംഗ്വേജ്? നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒഫീഷ്യൽ ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെയാണ്, അതിനുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയുള്ളതാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 343 to 351 of Indian Constitution deals with the official languages. Okay, and basically the official languages has been divided into 4. 4 ഹെഡ്സിലേക്കാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ലാംഗ്വേജ് ഓഫ് ദ യൂണിയൻ, second one regional languages, third one the language of judiciary, and the fourth one the text of laws and special directives. Now what is the language of union? Union language നമുക്കൊരു യൂണിയൻ തലത്തിൽ നമ്മൾ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഹിന്ദി റിട്ടൺ, ഹിന്ദി along with the English, Hindi written and your Devanagari script is to be the official language of union along with English. ഇംഗ്ലീഷും അതുപോലെ തന്നെ ഹിന്ദി റിട്ടൺ ആണ് നമ്മൾ ഒഫീഷ്യൽ ലാംഗ്വേജസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി റീജിയണിലേക്ക് വരുമ്പോൾ, സ്റ്റേറ്റുകളിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക, ദ ലെജിസ്ലേച്ചർ ഓഫ് ദ സ്റ്റേറ്റ് മേ അഡോപ്റ്റ് എനി മദർ ടങ് ഓർ എനി ലാംഗ്വേജസ് ഓഫ് ഇറ്റ്സ് ഓൺ ഫോർ ദ സ്റ്റേറ്റ് പർപ്പസ്. സ്റ്റേറ്റുകളുടെ പർപ്പസിന് വേണ്ടി സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന ലാംഗ്വേജുകൾ ഉപയോഗിക്കാം. ഏതിൻ്റെ കൂടെ? ഹിന്ദി ആസ് എ ഒഫീഷ്യൽ ലാംഗ്വേജ്. ഹിന്ദിയും അതുപോലെ തന്നെ ഇംഗ്ലീഷും നമുക്കുണ്ട്. അതിനോടൊപ്പം തന്നെ സംസ്ഥാനങ്ങളിൽ ഏതൊക്കെയാണോ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, അവിടെ നമുക്കത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് സംസ്ഥാനങ്ങൾ ഉപയോഗിക്കും. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് മലയാളം ആസ് എ ഒഫീഷ്യൽ സ്റ്റേറ്റ് ലാംഗ്വേജ്. നൗ ദ ലാംഗ്വേജ് ഓഫ് ജുഡീഷ്യറി ആൻഡ് ടെക്സ്റ്റ് ഓഫ് ലോസ്. ജുഡീഷ്യറിയും അതുപോലെ തന്നെ ടെക്സ്റ്റുകളിൽ നമ്മൾ മെയിനായിട്ട് നമ്മളിപ്പോൾ റിപ്പോർട്ട്സുകളും അതുപോലെ തന്നെ കമ്മീഷൻസ് റിപ്പോർട്ട്സൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ലാംഗ്വേജസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ലാംഗ്വേജസ് ഓഫ് ജുഡീഷ്യറി ആൻഡ് ടെക്സ്റ്റ് ഓഫ് ലോസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. So English language can be used for the proceedings of the Supreme Court and in every High Court. ഹൈക്കോടതികളിലും സുപ്രീം കോടതികളിലും നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരിക്കണം. The governor of the state with the previous consent of the president can authorize the use of Hindi or any other official language of the state in proceeding of the high courts of the state. ഇനി സംസ്ഥാന ഹൈക്കോടതികളിലേക്ക് വരുമ്പോൾ ഹിന്ദിയോ അല്ലെങ്കിൽ മറ്റുള്ള റീജിയണൽ ലാംഗ്വേജോ ഉപയോഗിക്കാം. അത് ഗവർണർ കൃത്യമായിട്ട് പ്രസിഡന്റിൻ്റെ അനുവാദത്തോടു കൂടി ആ അനുവാദം കിട്ടിയതിന് ശേഷം
നമുക്ക് ഹൈക്കോർട്ട്സ് നമുക്കത് ഉപയോഗിക്കാം എന്നുള്ളൊരു റൂളും അല്ലെങ്കിൽ പ്രൊവിഷൻ കൂടിയാണ് നമുക്ക് സ്റ്റേറ്റുകളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ജുഡീഷ്യറിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ലോസിലായിട്ട് നമുക്കുള്ളത്. നൗ ഇലക്ഷൻസ്, വാട്ട് യു മീൻ ബൈ എന്താണ് നമ്മുടെ ഒരു ഇന്ത്യയുടെ ഇലക്ഷൻ പ്രൊസീജിയർ എന്നുള്ളതാണ് നമുക്ക് ക്വിക്കായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആർട്ടിക്കിൾ 324 to 329 ആണ് ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 324 പ്രൊവൈഡ്സ് an independent election commission to ensure free and fair elections in the country. കൺട്രിയിൽ കൃത്യമായിട്ട് ഇലക്ഷൻസ് നടത്തുന്നതിന് വേണ്ടി ഒരു ഇലക്ഷൻ കമ്മീഷനെ ആർട്ടിക്കിൾ 324 അപ്പോയിന്റ് ചെയ്യുന്നു. ഇലക്ഷൻ കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് എ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടാവും, അദ്ദേഹത്തിന് താഴെ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും കൂടുന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. And they basically conduct or supervises one general electoral roll. There would be one general electoral roll for every territorial constituency for the election of the parliament and state legislature. State legislaturesലൊക്കെയുള്ള ഇലക്ഷനും പാർലമെന്റിലേക്ക് വേണ്ടിയുള്ള ഇലക്ഷൻസിന് വേണ്ടി ഒരു ജനറൽ ഇലക്ട്രൽ റോൾ, അതായത് വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളവരുടെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും പതിവാണ്. Then no person is to be ineligible for inclusion in the electoral roll on the basis of religion, caste, sex, etc. അതായത് കൃത്യമായിട്ട് നിയമം അനുസരിച്ച് അതായത് 18 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക്, ഇന്ത്യൻ നിയമം അനുസരിച്ച് 18 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് കൃത്യമായിട്ട് വോട്ട് രേഖപ്പെടുത്താനുള്ള അധികാരമുണ്ട്. അദ്ദേഹത്തെ അല്ലെങ്കിൽ ഒരാളെയും കാസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ റേസിൻ്റെയോ സെക്സിൻ്റെയോ റിലീജിയൻ്റെ ബേസിൽ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യാൻ പാടില്ല. And then the parliament makes the provision with respect to all matters relating to the elections to the parliament and the state legislature, including the preparation of electoral rolls, then delimitation of constituency and so on. അതായത് പാർലമെന്റിനാണ് കൃത്യമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരമുള്ളത്. കോൺസ്റ്റിറ്റ്യുവൻസി എത്രത്തോളം പുതുക്കണം, അല്ല അത് ചെറുതാക്കണോ അത് വലുതാക്കണോ എന്നുള്ളതും, ഇലക്ട്രൽ റോൾസ് അതുപോലെ തന്നെ പുതുക്കേണ്ട നോട്ടിഫിക്കേഷൻസും അങ്ങനത്തെ റോൾസും എല്ലാം കാര്യങ്ങളും ചെയ്യുന്നതും പാർലമെന്റിനാണ് ഒരു ഫുൾ കൺട്രോൾ നമുക്ക് ഉള്ളത്. Now ഇലക്ഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ, ഇലക്ഷൻസ് ഫോർ ലോക്സഭ ആൻഡ് എവറി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഹാസ് ടു ടേക്ക് പ്ലേസ് ഓൺ എവറി 5 years അൺലെസ് കോൾഡ് ഏർലിയർ. അതായത് കൃത്യമായിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാ 5 വർഷം കൂടുമ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ്റിലേക്കും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിലേക്കും ഇലക്ഷൻസ് നമ്മൾ നടത്തുന്നത്. ആ ഇലക്ഷൻസ് നമ്മൾ നേരത്തെ നടത്തിയിരുന്നത് പേപ്പർ ബാലറ്റ്സ് വെച്ചിട്ടായിരുന്നു. അതിപ്പോൾ ഇറ്റ് വാസ് റീപ്ലേസ്ഡ് ബൈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് വിച്ച് ഇസ് നോൺ ആസ് യുവർ EVMs. So that's about the election procedures in our country. Now last ഒരു 1-2 ടോപ്പിക്സ് കൂടെയാണ് നമുക്കുള്ളത്. അതിൽ ഒരു ടോപ്പിക്കാണ് സ്പെഷ്യൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു സർട്ടൻ ക്ലാസസ്. നമുക്കറിയാം പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജനസംഖ്യയിൽ പല രീതിയിലുള്ള ആളുകളുണ്ടാവും, പല തരങ്ങളിൽ പെടുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കുള്ള ചില ക്ലാസ് ഓഫ് ആളുകൾക്കുള്ള പ്രൊവിഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. In order to realize the objective of equality and justice, the Constitution has made special provisions for scheduled castes, that is SC, scheduled tribes, that is ST, and backward classes and Anglo-Indian community. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പെടുന്നവരും ബാക്ക്വേർഡ് ക്ലാസ്സുകൾ SC STകൾക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. Now these special provisions are contained from these particular articles. That means Article 330 to 342 of Indian Constitution basically provides a special provisions for SC ST, backward classes and Anglo-Indians. And now what are the special provisions? എന്തൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകൾക്ക് കൊടുക്കുന്ന സവിശേഷമായിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. റിസർവേഷൻ ഇൻ ലെജിസ്ലേച്ചർ, നിയമസഭകളിൽ അവർക്ക് കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യം കൊടുക്കുന്നു, പ്രത്യേക റിസർവേഷൻസ് ഉണ്ട് അവർക്ക്. സ്പെഷ്യൽ റെപ്രസെൻറ്റേഷൻ ഇൻ ലെജിസ്ലേച്ചർ, ഇനി ഏതെങ്കിലും ഒരു നിയമസഭയിൽ കൃത്യമായിട്ട് അവർക്ക് പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നു. റിസർവേഷൻ ഇൻ സർവീസ് ആൻഡ് പോസ്റ്റ്, കേന്ദ്ര സർവീസുകളിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് സർവീസുകൾക്കും അവർക്ക് റിസർവേഷൻസ് ഉണ്ട്. എഡ്യൂക്കേഷണൽ ഗ്രാൻസ്, അതായത് പഠിക്കുന്ന സമയങ്ങളിൽ കോളേജുകളിലും സ്കൂൾ ലെവലുകളും യൂണിവേഴ്സിറ്റി തലങ്ങളിലും അവർക്ക് ഗ്രാൻസ്, മോണിറ്ററി ബെനിഫിറ്റ്സ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോയിൻമെൻറ്റ് ഓഫ് നാഷണൽ കമ്മീഷൻസ്, ഇവർക്ക് മാത്രമായിട്ട് മൈനോറിറ്റി കമ്മീഷൻസ്, SC ST അതുപോലെ തന്നെ അവർക്ക് പ്രത്യേകമായിട്ടുള്ള നാഷണൽ ആയിട്ടുള്ള കമ്മീഷൻസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മീഷൻസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ഇവർക്കെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്, ഇവർക്കെതിരെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള കമ്മീഷൻസിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നു.
ആൻഡ് നൗ ഫൈനലി അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ പ്രൊവിഷൻസ് ആയിരുന്നു. ഇനി എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുന്നത്? കാലഘട്ടത്തിനനുസരിച്ച്, കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് എങ്ങനെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റങ്ങൾ, നിയമ ഭേദഗതി എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൗ വി ക്യാൻ മേക്ക് ചേഞ്ചസ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ചേഞ്ചസിനെയാണ് നമ്മൾ ടെക്നിക്കലി അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 368 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് അമെൻമെൻറ്റ്. അമെൻമെൻറ്റ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് ആർട്ടിക്കിൾ 368 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 3 വഴിയിലാണ് അല്ലെങ്കിൽ 3 രീതികളാണ് നമുക്ക് അമെൻമെൻറ്റിനുള്ളത്. ഫസ്റ്റ് വൺ, അമെൻമെൻറ്റ് ബൈ സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ ഒരു സിമ്പിൾ മെജോറിറ്റി കൂടി നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാം. അമെൻമെൻറ്റ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ ഒരു സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുമ്പോൾ 2/3 മെജോറിറ്റി എങ്കിലും നമുക്ക് ഒരു കാര്യം വോട്ടിനിടുമ്പോൾ അതിൽ ഉള്ള എണ്ണത്തിൽ ഉള്ള ആളുകളിൽ ഒരു 2/3 എങ്കിലും അതിന് സപ്പോർട്ട് ചെയ്യണം. ആൻഡ് ദെൻ അമെൻമെൻറ്റ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെൻറ്റ് ആൻഡ് ദ റാറ്റിഫിക്കേഷൻ ഓഫ് ദ ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ മെജോറിറ്റിയും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ ഒരു അനുമതിയോടും കൂടി നമുക്ക് ചേഞ്ചസ് വരുത്താവുന്ന പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ 3 രീതിയിലാണ് നമുക്ക് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ചേഞ്ചസ് വരുത്താവുന്നത്. ഇനി അതിനൊരു പ്രൊസീജിയർ നമ്മൾ ഇൻ ജനറൽ നമ്മൾ പറയുമ്പോൾ, an amendment of Indian Constitution can be initiated by the introduction of a bill for the purpose in either House of Parliament and not in the state legislature. കോൺസ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതിൻ്റെ ബില്ല് പാസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ റെസൊല്യൂഷൻ നമ്മൾ ആദ്യം അവതരിപ്പിക്കേണ്ടത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറുകളിലല്ല, പാർലമെൻറ്റിലായിരിക്കും. രാജ്യസഭയിലോ ലോക്സഭയിലോ നമ്മൾ ആദ്യം അത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം അത് ഓരോ ഹൗസിലും, രാജ്യസഭയിലും ലോക്സഭയിലും അത് സ്പെഷ്യൽ മെജോറിറ്റിയിൽ നമ്മൾ പാസ് ചെയ്യണം. ഓക്കെ, ദ ബിൽ മസ്റ്റ് ബി പാസ്ഡ് ഇൻ ഈച്ച് ഹൗസ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി. ഇനി അത് ഈ 2 ഹൗസിലും, ലോക്സഭയിലും രാജ്യസഭയിലും അത് പാസ്സായതിനു ശേഷം, ആഫ്റ്റർ ഡ്യൂലി പാസ്ഡ് ബൈ ബോത്ത് ഹൗസസ് ഓഫ് ദ ഇന്ത്യൻ പാർലമെൻറ്റ്, ഇറ്റ് ഹാസ് ടു ബി റാറ്റിഫൈഡ് ബൈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ആവശ്യമാണെങ്കിൽ സംസ്ഥാന നിയമസഭകൾ അത് കൃത്യമായിട്ട് പാസ്സാക്കണം. ആൻഡ് ഫൈനലി ഇറ്റ് ഗോ ടു ദ പ്രസിഡന്റ്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിലേക്ക് പോകുന്നു. വൺസ് ഇന്ത്യൻ പ്രസിഡന്റ് അത് ഒപ്പുവെച്ചതിന് ശേഷമാണ് ബില്ല് നമ്മളത് ആക്റ്റായിട്ട് മാറുന്നത്. സോ ഒരു ബില്ല് അവതരിപ്പിക്കപ്പെടുന്ന ഒരു ബില്ല് നിയമമായിട്ട് മാറുന്നത് അത് ഫൈനലി ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഒപ്പോടുകൂടിയാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മ വയ്ക്കുക. സോ ഈ ഒരു ടോപ്പിക്കോടുകൂടി നമ്മുടെ മോഡ്യൂൾ 5 നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സോ വിത്ത് ദാറ്റ് വി ഹാവ് കം ടു ദ എൻഡ് ഓഫ് മോഡ്യൂൾ 5 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സും PPTസും PDF ഫയൽസും നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഗൂഗിൾ ഡ്രൈവ് ഇട്ടിട്ടുണ്ട്. സോ ഡ്രൈവിലേക്കുള്ള ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. So I hope this particular video was like really helpful for you. So we'll be come back with another video soon. Thank you.